നല്ല അടിപൊളി മുരിങ്ങയ്ക്ക കറി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 3 മുരിങ്ങയ്ക്ക കോലാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ഈ 3 മുരിങ്ങയ്ക്ക കോലിന് കഴുകി വൃത്തിയാക്കി രണ്ടായി മുറിച്ച് നമ്മൾ മാറ്റിയെടുക്കണം. അതാവുമ്പം എളുപ്പമാണ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് പോണക്ക് അതിൻ്റെ പുറത്തുള്ള അഴുക്കുകളൊക്കെ നമ്മൾ ചുരണ്ടി എടുത്ത് മാറ്റി കളയണം. അതിനുശേഷം നമ്മൾ പറ്റുമെങ്കിൽ അതിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ എടുത്ത് കളയാൻ ശ്രമിക്കണം. ഇനി നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിതിനെ ചെറുതായിട്ട് ഒന്നുകൂടെ മുറിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അന്നേരം നമുക്ക് അങ്ങനെ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതുപോലക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റണം. അതിനുശേഷം ഞാൻ ക്ലീൻ ചെയ്തെടുത്ത മുരിങ്ങയ്ക്കയാണ് ഇത്. ഇതിനകത്ത് ഹാർഡായിട്ടുള്ള സ്കിന്നെല്ലാം ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. ഇപ്പം ഞാനത് കാണിച്ചു തരാൻ പോകുന്നത് ഹാർഡായിട്ട് തോന്നുന്ന സ്കിന്ന് മാറ്റിയതിൻ്റെ വേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത മുരിങ്ങയ്ക്ക് തിളപ്പിക്കാൻ വെക്കും ഒരു 5 മിനിറ്റത്തേക്കിന്. ആ സമയം കൊണ്ട് നമ്മൾ അതിന് വേണ്ടുന്ന ഉള്ളിയും പച്ചമുളകും കരിയാപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കഴുകി അരിഞ്ഞ് ഒരു പാത്രത്തിൽ തയ്യാറാക്കി വെക്കണം. അതിന് ശേഷം നമ്മൾ അടുത്ത പാത്രത്തിൽ നമ്മൾ അതിന് വേണ്ടുന്ന മഞ്ഞൾ, മുളക്, കുരുമുളക്, മല്ലിപ്പൊടി, ഇച്ചിരി ജീരകം, പിന്നെ ഇച്ചിരി പെരുംജീരകം, ഇച്ചിരി കുരുമുളക് പൊടി, ഇത്രയുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കറിക്കൊരു തിക്ക് ചാറ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ടൊമാറ്റോ അരിഞ്ഞതാണിത്. അതിനുശേഷം അതിനെ നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ ഞാൻ കടുക് വറുക്കാനെടുത്തത് ജീരകമാണ്. ജീരകവും ഇട്ട് ഉള്ളിയിട്ട് കടുക് വറുത്തതിന് ശേഷം ഞാൻ ആ പൊടികളെല്ലാം ഒന്ന് ആഡ് ചെയ്യുവാണ്. ഈ പൊടിയുടെ മണം ഒക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം അതിൻ്റെ കൂടെ അരച്ച് വെച്ച തക്കാളി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയ്ക്ക എടുത്ത് അതിനകത്തോട്ടിട്ട് ഇളക്കി ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ ഞാനൊന്ന് കുക്ക് ചെയ്യാൻ അടച്ച് വെക്കും. അതിനുശേഷം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക കറി കിട്ടുന്നതായി. ചോറും കൂട്ടി കഴിക്കാൻ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.